ഹലോ നമസ്കാരം. സെൽഫ് മിററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ മെത്തേഡിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും പരമ്പരാഗതമായിട്ട് ഒരു പ്രാർത്ഥനാ മെത്തേഡ് ശീലിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ദേവാലയങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ പല മെത്തേഡുകൾ ശീലിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് കൂടുതലും പ്രാർത്ഥിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അപ്പോഴൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുപാട് കരഞ്ഞ് നെഞ്ചുരുക്കി വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു തരും എന്നുള്ളൊരു വിശ്വാസമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അങ്ങ് കരഞ്ഞ് നെഞ്ചുരുക്കി ഈശ്വരനെ വിളിക്കും. ഈശ്വരൻ മനസ്സലിഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. സത്യത്തിൽ ഇതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഈ പ്രാർത്ഥന നമ്മൾ ഇതുവരെ ശീലിച്ച പ്രാർത്ഥനയിൽ ഒരു ലോജിക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈശ്വരൻ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് മനുഷ്യനെ ഈശ്വരൻ്റെ രൂപത്തിൽ സാദൃശ്യപ്പെടുത്തി സൃഷ്ടിച്ചു എന്നാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും തത്വസംഹിതകളിലും ഒക്കെ പറയുന്നത്. മനുഷ്യൻ വളരെ പ്രബലനാണ്, കരുത്തനാണ്, അല്ലേ? ഈശ്വരൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹനീയമായ സൃഷ്ടി, ഏറ്റവും മഹത്തായ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അതിശക്തനാക്കി, അതികരുത്തനാക്കി ഈശ്വരനെ സാദൃശ്യപ്പെടുത്തി ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനാണ് കപ്പൽ കണ്ടുപിടിച്ചത്, മനുഷ്യൻ കറണ്ട് കണ്ടുപിടിച്ചു, ലൈറ്റ് കണ്ടുപിടിച്ചു, തീവണ്ടി കണ്ടുപിടിച്ചു, വിമാനം കണ്ടുപിടിച്ചു. ഒക്കെ കണ്ടുപിടിച്ചത് മനുഷ്യനാണ്. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാം, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ അടക്കം നമ്മുടെ ചുറ്റുമുള്ള എല്ലാം കണ്ടുപിടിച്ചത് മനുഷ്യനാണ്. ഇത്രയും ശക്തനും കരുത്തനുമായ ഒരു മനുഷ്യൻ ഈശ്വരൻ്റെ മുന്നിൽ ചെന്നിട്ട് തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് യാചിക്കുകയാണ്. ഇതിൽ സത്യത്തിൽ ശരിയുണ്ടോ? ആ പ്രാർത്ഥന ഒരു ശരിയായ മെത്തേഡാണോ? പിന്നെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? ഈശ്വരൻ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒരു നിധിയായിട്ട് കാണുന്നു. ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജന്മനാ തന്നെ നമുക്കൊരു ആക്സസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സെൻസർ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഈശ്വരൻ കരുതി വെച്ചിട്ടുള്ള നിധികളെല്ലാം ആക്സസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള സെൻസർ നമുക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെൻസറോട് കൂടി തന്നെയാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ നമ്മളെ സൃഷ്ടിച്ചത് ഇതെല്ലാം നമുക്ക് അനുഭവിക്കാനും നമുക്ക് ആഗ്രഹിക്കാനും വേണ്ടി തന്നെയാണ്. ഇതിനെ അനുഭവിക്കാനും ആഗ്രഹിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈശ്വരൻ നമുക്ക് ഘടിപ്പിച്ചു തന്ന ആ ആക്സസ് മിഷനെയാണ്. ആ മിഷൻ ഉപയോഗിച്ച് നമുക്ക് വേണ്ടുന്ന നിധികൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് ശരിയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ മെത്തേഡ് തന്നെ. നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആക്സസ് പോയിന്റ്, ഈ ആക്സസ് പോയിന്റ് അഥവാ ഈ സെൻസർ മിഷൻ എന്താണ്? നമ്മുടെ ഉപബോധ മനസ്സാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ആക്സസ് പോയിന്റ് എന്ന് പറയുന്ന ആ മിഷൻ. അത് നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഇമേജുകളാക്കി, വീഡിയോസാക്കി എന്ത് ചെയ്യണം? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സെൻസർ ചെയ്യാൻ കൊടുക്കണം. അതിനെ നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്കാൻ ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണോ ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ച് അത് നമുക്ക് തരും. നമ്മളതിനെ സ്വന്തമാക്കിയതിന് ശേഷം നേരെ ഈശ്വരനെ വിളിച്ചിട്ട് പറയുക, ഞാനിത് അച്ചീവ് ചെയ്തു, നീ തന്ന കഴിവ് വെച്ച് ഞാനിത് നേടിയെടുത്തിരിക്കുന്നു. അടുത്ത നമ്മുടെ ഡ്രീം, അടുത്ത നമ്മുടെ നിധി, അതിനെ തീരുമാനിച്ചതിന് ശേഷം അതിനെ ഇമേജ് ആക്കിയിട്ട് വിഷ്വലായിട്ട് അതിനെ ഒരു സിനിമ പോലെ രൂപീകരിച്ച് ചിത്രമാക്കി അല്ലെങ്കിൽ ചിത്രരൂപത്തിലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊടുത്തു കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? അതിനെ ആക്സസ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് തരും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു, സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇട്ടൂരി എന്നൊക്കെ പറയും. ഈ സേഫ്റ്റി പിന്ന് ഗെയിം കൺട്രോൾ ചെയ്യുന്ന ആൾ ഈ സേഫ്റ്റി പിന്നെ എവിടെയെങ്കിലും കൊണ്ട് ഹൈഡ് ചെയ്യും. അപ്പം നമ്മൾ പോയിട്ട് ഈ സേഫ്റ്റി പിന്ന് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ സേഫ്റ്റി പിന്നിൻ്റെ അടുത്തെത്താറാകുമ്പോൾ ഈ ഗെയിം കൺട്രോളർ പറയും ചൂട് ചൂട് ചൂട്, നമ്മളതിൻ്റെ അടുത്തെത്താറായി. നമ്മൾ ഈ സേഫ്റ്റി പിന്നിൽ നിന്ന് അത് തപ്പി കുറേ അകലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പോൾ ഈ ഗെയിം കൺട്രോളർ നമ്മളോട് പറയും തണുപ്പ് തണുപ്പ് തണുപ്പ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മൾ
സെപ്റ്റി പിന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന്. ഈ ചൂട് എന്ന് പറയുന്ന മെസ്സേജ് അനുസരിച്ച് നമ്മൾ അതിനെ ആ പരിസരങ്ങളിലൊക്കെ തപ്പി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സാധ്യതകളൊക്കെ വെച്ച് പരിശോധിച്ച് ആ സെപ്റ്റി പിൻ നമ്മൾ കണ്ടെടുത്തിരിക്കും. അപ്പം നമ്മൾ വിജയിക്കും. ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്ന ആഗ്രഹത്തിലേക്ക്, ആ നിധിയുടെ അടുത്തേക്ക് തൊട്ടടുത്തെത്തുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തെത്തി എന്നുള്ള ചൂട് എന്നുള്ള ആ മെസ്സേജ് പല രീതിയിൽ നമുക്ക് ഈ പ്രപഞ്ചം തന്നുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ അതിനെ കണ്ടെടുത്ത് സ്വന്തമാക്കിയ ശേഷം ഈശ്വരനോട് പറയുക, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന്, എനിക്കിത് ലഭിച്ചിരിക്കുന്നു എന്ന്. അതിനുശേഷം നമ്മൾ നമ്മുടെ അടുത്ത ആഗ്രഹം, നമ്മുടെ അടുത്ത നിധി തീരുമാനിക്കുക. അതിനെയും ഇതുപോലെ പോയിട്ട് കണ്ടുപിടിക്കുക. ഇത്രയും പ്രബലനായ, ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ ഇത്രയും വിശാലമായ ഒരു ലോകത്തിലേക്ക് ഈശ്വരൻ തുറന്നു വിട്ടിരിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. ആ മനുഷ്യൻ അവൻ്റെ ചെറിയ കാര്യങ്ങൾ ചെന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ച് യാചിച്ച് ഈശ്വരനോട് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന മീനിങ് എന്താണ്? ഈശ്വരൻ സൃഷ്ടിച്ച ഈ മഹത്തായ സൃഷ്ടി, മനുഷ്യനെന്ന് പറയുന്ന അതിമഹത്തായ സൃഷ്ടി ഒരു പരാജയമായിരുന്നു, ഒരു തോൽവിയായിരുന്നു എന്ന് ഈശ്വരനോട് പറയാണ്. ഈശ്വരനൊരു തോൽവിയാണ്, ഈശ്വരനൊരു പരാജയമാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ ഈശ്വരൻ്റെ മുന്നിൽ പോയിട്ട് നമ്മൾ കരഞ്ഞ് യാചിക്കുന്നത്? കാരണം ഇത്രയും വിശാലമായ ലോകത്ത് മനുഷ്യനായിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രബലനായിട്ടാണ് നമുക്ക് ഈശ്വരൻ ജന്മം തന്നിരിക്കുന്നത്. ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആക്സസ് ചെയ്ത് നേടിയ നമ്മുടെ വിജയകഥകൾ പറയാനായിട്ടായിരിക്കണം. അത് സ്വന്തമാക്കാനായിട്ട് നമുക്ക് നല്ലൊരു മിഷൻ തന്നു വിട്ടിട്ടുണ്ട്. ആ മിഷൻ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ആ മിഷൻ ഉപയോഗിച്ച് നമ്മളിതെല്ലാം കണ്ടുപിടിച്ച് നമ്മളെല്ലാം സ്വന്തമാക്കിയതിന് ശേഷം നമ്മുടെ വിജയകഥ പറയാനായിട്ടായിരിക്കണം നമ്മൾ ഇന്ന് തൊട്ട് ഈശ്വരനെ വിളിക്കാനും പ്രാർത്ഥിക്കാനും. അതുകൊണ്ട് ഈ നിമിഷം മുതൽ എഴുതി തുടങ്ങുക, അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങുക, ഞാൻ ഇതൊക്കെ നേടിയിരിക്കുന്നു. നമ്മൾ തൊടുന്ന ഒരു കുഞ്ഞു പൊട്ട് തൊട്ട് നമ്മൾ ഇടുന്ന വസ്ത്രം വരെ നമ്മൾ ആക്സസ് ചെയ്ത് സ്വന്തമാക്കിയത് തന്നെയാണ്, നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നന്ദി ഉണ്ടാവുക, അതിനൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. ഓരോന്ന് കിട്ടുമ്പോഴും സന്തോഷത്തോടു കൂടി ഈശ്വരനോട് പറയുക, ഞാനിത് നേടിയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു ഉടുപ്പ് മേടിച്ചാൽ പറയുക, ഞാൻ ഈ ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഒരു ചെരുപ്പ് മേടിച്ചാൽ പറയുക, എനിക്കത് കിട്ടി, ഞാനത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ സൗജന്യമായി ഈശ്വരൻ തന്നതാണ് കണ്ണും കാതും ചെവിയും തലയും എല്ലാം. ജനിച്ചു വീഴാൻ ഒരു അമ്മയുടെ ഗർഭപാത്രം തൊട്ട് ഒരുപാട് കാര്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇതിനെല്ലാം ഈശ്വരനോട് നന്ദി പറയുക. ഈ ദിവസത്തെയും നമ്മൾ സ്വീകരിച്ച് ഈ ദിവസം വരെ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിനും ഈശ്വരനോട് നന്ദി പറയുക. ഇതൊക്കെ നമ്മൾ ആക്സസ് ചെയ്തെടുത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മൾ ആക്സസ് ചെയ്തെടുത്ത കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈശ്വരനോട് നന്ദി പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഓരോ തവണ നമ്മൾ സക്സസ് ആയി എന്ന് ചെന്ന് പറയുമ്പോഴും എന്ത് ചെയ്യും, നമുക്കിനി നേടാനുള്ള ആഗ്രഹത്തിനെ കൂടുതൽ മനോഹരമുള്ള നിധിയായിട്ട് നമ്മുടെ പരിസരങ്ങളിൽ തന്നെ ഈശ്വരൻ സൂക്ഷിച്ചു വെക്കും. നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തക്ക രീതിയിൽ ഈശ്വരൻ സൂക്ഷിച്ചു വെക്കും. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ യഥാർത്ഥ ഒരു മെത്തേഡ്. അതുകൊണ്ട് ഇനി പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഇപ്പോൾ നിലവിലുള്ള കരയിലും യാചനയൊക്കെ ഒന്ന് നിർത്തിയിട്ട് നന്ദി പറയാൻ വേണ്ടി, ഇന്ന് വരെ നേടിയിട്ടുള്ള ഈ ജന്മത്തിന് തന്നെ നന്ദി പറയാൻ വേണ്ടിയിട്ടായിക്കോട്ടെ പ്രാർത്ഥന. പിന്നെ നേട്ടങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ കരഞ്ഞ് യാചിച്ച് നേടേണ്ടതല്ല, നമ്മൾ സെൻസ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നേടേണ്ട കാര്യങ്ങളാണ്. ഇന്നത്തെ എല്ലാവരും അങ്ങനെ ആയിരിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കാണാവുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതിൽ കോൾ അവൈലബിൾ അല്ല.